തൃപ്പൂണിത്തുറയിൽ അച്ഛനെ ഉപേക്ഷിച്ച് മക്കൾ കടന്നുകളഞ്ഞു. എരൂരിൽ വാടകയ്ക്ക് താമസിക്കുകയായിരുന്ന അജിത്തും കുടുംബവുമാണ് പിതാവിനെ ഒറ്റയ്ക്കാക്കി കടന്നത്. വീട്ടുടമയുമായി വാടക തർക്കം നിലനിന്നിരുന്നു. ഇതിനെ തുടർന്നാണ് പിതാവിനെ തനിച്ചാക്കി വീട്ടു സാധനങ്ങളുമായി അജിത്തും കുടുംബവും കടന്നുകളഞ്ഞത്. വിവരങ്ങളുമായി എസ് രാഗിൻ ചേരുന്നു. ഗുഡ് മോർണിംഗ് രാഗിൻ, മക്കൾക്കൊക്കെ ഇതിന് എങ്ങനെ മനസ്സ് വരുന്നു എന്ന് നമ്മൾ ചോദിക്കേണ്ടിയിരിക്കുന്നു. ശരിക്കും ഈ അച്ഛനെ എന്ത് കാരണം പറഞ്ഞാണ് ഇവർ ഉപേക്ഷിച്ച് പോയത്? ഈ മക്കളെ കണ്ടെത്താനായിട്ടുണ്ടോ? പോലീസ് നടപടികളിലേക്ക് കടന്നിട്ടുണ്ടോ? നടുക്കുന്നതും അത്ഭുതപ്പെടുത്തുന്നതുമായിട്ടുള്ള ഒരു വാർത്തയാണ് തൃപ്പൂണിത്തുറ എരൂരിൽ നിന്നും വരുന്നത്. എരൂരിൽ അവിടെ ഒരു കുടുംബം വാടകയ്ക്ക് താമസിച്ചിരുന്നു. അങ്ങനെ ആ വാടകയുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ ഉടമയുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടായിരുന്നു. അതിനിടയിലാണ് ഈ കുടുംബം അവിടെ നിന്ന് കടന്ന് കളയുന്നത്. ഈ അജിത്ത് എന്നാണ് ഈ അവിടുത്തെ ആളുടെ പേര് എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. അവർ അവിടെ നിന്ന് പോയി വീട്ടിലെ സാധനങ്ങളൊക്കെ തന്നെ മാറ്റിയിട്ടുണ്ട്. പക്ഷേ അച്ഛനെ കൊണ്ടുപോയിട്ടില്ല. അച്ഛനെ അവിടെ ഒറ്റയ്ക്കാക്കിയാണ് കടന്ന് കളഞ്ഞിട്ടുള്ളത് എന്നതാണ് പോലീസ് ഉൾപ്പെടെ നൽകുന്ന വിവരം. പോലീസും പലതവണ ഇയാളെ ബന്ധപ്പെടാൻ നോക്കി, പക്ഷേ കിട്ടി എന്നാണ് അല്പസമയം മുമ്പ് തൃപ്പൂണിത്തുറ പോലീസിൽ നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഈ വീട്ടിന്റെ ഉടമയുമായും നമ്മൾ സംസാരിച്ചിരുന്നു. അദ്ദേഹവും പറയുന്നത് ഇത് തന്നെയാണ്. ഒരു ദിവസത്തിലധികമായി ഈ പ്രായമായ 70 വയസ്സോളം പ്രായമുണ്ട്, ഷൺമുഖൻ എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. ഇദ്ദേഹം അവിടെ നിൽക്കുന്നു. കാരണം മക്കളോ കുടുംബാംഗങ്ങളോ ആരും തന്നെ ഇല്ല. വാടകയ്ക്ക് താമസിച്ചിരുന്നതാണ് അവിടെ. അതിനുശേഷമാണ് ഇങ്ങനെ ഉണ്ടായിരിക്കുന്നത് എന്നതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിന്റെ കാര്യവും വളരെ കഷ്ടമാണ്. കാരണം 70 വയസ്സുണ്ട്, കിടപ്പ് രോഗിയാണ്, ഭക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിൽ വ്യവസ്ഥ ചെയ്യേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല ഈ നേരത്തെ ഈ അജിത്തുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് എന്ന് പോലീസ് ഉൾപ്പെടെ പറയുന്നത് ചില വ്യവസ്ഥകൾ അവിടെ ചെയ്തിട്ടുണ്ട് ഈ ഭക്ഷണം ഏൽപ്പിക്കാൻ ഒക്കെ എന്നാണ്. പക്ഷേ സ്വാഭാവികമായും ഒരു കുടുംബം ഒരുമിച്ച് താമസിക്കുന്നു, അതിനുശേഷം ഇവർ മാറുന്നു. എന്തുകൊണ്ട് അച്ഛനെ കൊണ്ടുപോയില്ല? അച്ഛനൊരു സാന്നിധ്യമാണല്ലോ സ്വാഭാവികമായും. അത് എന്തുകൊണ്ട് ചെയ്തില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഒരു നടുക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും പോലീസ് ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് ഇപ്പോൾ. ശരി രാഗിൻ, ഏതായാലും ഈ അച്ഛനെ ഉപേക്ഷിച്ച് കടന്നുകളയുക, മനുഷ്യാവകാശ സംഘടനകളുണ്ട് നമുക്ക്. അങ്ങനെ ആ സംഘടനകളൊക്കെ ഇടപെട്ട് ഈ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കേണ്ടതല്ലേ, എത്രയും പെട്ടെന്ന് തന്നെ? തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അവിടുത്തെ കൗൺസിലർമാർ, അതോടൊപ്പം തന്നെ ജനപ്രതിനിധികൾ മറ്റുൾപ്പെടെയുള്ളവർ അവിടേക്ക് എത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ ഈ വാടകയുമായി ബന്ധപ്പെട്ട് ഈ ഉടമയും ഈ വാടകക്കാരനും തമ്മിൽ ചില തർക്കങ്ങൾ, അല്ലെങ്കിൽ വാടക കൊടുക്കത്തുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഉണ്ടായിരുന്നു. അത് പോലീസിൽ പരാതിയൊക്കെയായി ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനിടയിലാണ് ഇവർ ഇവിടെ നിന്ന് മാറിപ്പോയിരിക്കുന്നത് എന്നതാണ് വ്യക്തമാകുന്നത്. എന്തായാലും ഈ അച്ഛനെ കൊണ്ടുപോയിട്ടില്ല. അച്ഛൻ അവിടെ കഴിഞ്ഞ ഒരു ദിവസത്തിലധികമായി അവിടെ ഉണ്ട്. മാത്രമല്ല അവർക്ക് വെള്ളവും ഉൾപ്പെടെ ഭക്ഷണവും ഉൾപ്പെടെ തൊട്ട അയൽവാസികളൊക്കെയാണ് നൽകുന്നതെന്നാണ് പറയപ്പെടുന്നത്. പോലീസുമായി ബന്ധപ്പെട്ട് സംസാരിച്ചു. പോലീസും ഇക്കാര്യങ്ങളൊക്കെ തന്നെ സ്ഥിരീകരിക്കുകയാണ്. എന്തായാലും ഇതിൽ ഒരു വ്യവസ്ഥ ചെയ്യേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല ഈ അച്ഛനെ നോക്കുന്നതുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ മക്കൾക്കിടയിൽ ഉണ്ട് എന്ന വിവരവും കൂടി പോലീസ് പങ്കുവയ്ക്കുന്നുണ്ട്. എന്തായാലും അതുൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്.